ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ വ്യാഴാഴ്ച വൈകിട്ട് ഒരു 4-5 മണിയായപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ക്യാമറ എടുത്താണ് കേട്ടോ. നമ്മളല്ല ഞാൻ പിന്നെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സമയത്തല്ലേ ഈ ക്യാമറ നോക്കി പിടിച്ചത് നടക്കുള്ളൂ. അപ്പോൾ ഇന്നൊരു ചെറിയ വിശേഷമുണ്ട്. വിശേഷം മീൻസ് ഉമ്മാൻ്റെ അനിയത്തിയും മോനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതാണ്. വരുന്നത് വരെ വെച്ചിട്ട് വീട്ടിലെത്താറായി പാലക്കാടൊക്കെ എത്തിയപ്പോഴാണ് വരുന്നുണ്ട് എന്ന് വിളിച്ചിരുന്നത്. അതുവരെ അവർ സർപ്രൈസായിട്ട് വരികയാണ് അത്രേ. അപ്പോൾ നമുക്ക് വിളിച്ച് പറഞ്ഞില്ല. അപ്പോൾ അവർ ഊട്ടിയിൽ നിന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അനിയൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവനിക്ക് ലീവ് തീരാറായി. അപ്പോൾ അപ്പോഴേക്കും നാട്ടിലൊക്കെ വന്നിട്ട് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വരികയാണ്. അപ്പോൾ ഇതാ അവർ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. പിന്നെ പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു, നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ പിന്നെ നല്ല ചൂടൊന്നുമില്ല, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടോയെന്ന് അറിയിക്കുക, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ ഉമ്മ പത്തിരിപ്പണിയിലാണ്. ഞങ്ങളിങ്ങനെ അവർ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല മഴയും ഒക്കെയാണ്, ചൂടൊക്കെ പോയി, ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. പിന്നെന്താ അത്രയേ ഉള്ളൂ. വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. അവർ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എളിമ വീഡിയോ നിൽക്കുമെന്ന് അറിയില്ല, എന്നാലും കാണിച്ചു തരാം. ചിക്കൻ കറിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മുറിച്ച് വയ്ക്കണം. അപ്പോൾ പത്തിരി നമ്മളെ ഇരുന്നിട്ടുണ്ട്. എളിമയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അവരവിടെ ഇരിക്കുന്നുണ്ട്, അനിയനും ഉണ്ട്. അപ്പോൾ ഇതാ പത്തിരിയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എളിമ, ഇതാണ് എൻ്റെ എളിമ, ഇതാണ് എൻ്റെ അനിയൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എളിമ വന്നത് കേട്ടോ. പക്ഷേ ഞാൻ ഫോട്ടോ എടുത്തതല്ല. ഫോട്ടോ എടുക്കാനാണ് വിചാരിച്ചിട്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഞാൻ ഫോട്ടോ എടുക്കാനല്ല, ഞാൻ വീഡിയോ എടുത്ത് പറ്റിച്ചു ഗൈസ് അവരെ. അങ്ങനെ ഫോട്ടോ എടുത്തു കേട്ടോ. അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് പത്തിരിയും ചിക്കൻ കറിയൊക്കെ റെഡിയായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവർ പഴയ കഥകളും പണ്ടത്തെ കഥകളും ഇപ്പോഴത്തെ കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ അവിടുത്തെ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തമിഴ് ചാനലൊന്നും ഇവിടെ ഇല്ല, അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തു ഗൈസ്, അത് കാണാനില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ സംസാരിച്ചൊക്കെ കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പോകുന്നതിന് അടുത്തത് ഗൈസ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ 7:45 അപ്പോൾ ഞാനിതാ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇത് രാത്രി ഈവനിങ് വ്ളോഗിൻ്റെ നൈറ്റ് വ്ളോഗിൻ്റെ കണ്ടിന്യൂറ്റി ആണ് ഗൈസ്. ഞാൻ ചായ കുടിക്കണം. പുറത്ത് നല്ല മഴയാണ്, രാത്രി തൊട്ട് നല്ല മഴ കേട്ടോ. മഴ നിന്നിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെ എളിമയും അനിയനും എല്ലാവരും ഉണ്ട്. അനിയൻ മീൻസ് എളിമാൻ്റെ മോൻ കേട്ടോ, അവനെൻ്റെ അനിയനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. പിന്നെ ഇപ്പോൾ എളിമയും അവരൊക്കെ വരും. അപ്പം ഉമ്മ ഇവിടെ അടുക്കളയിൽ പണിയിലാണ്, ഞാനിവിടെ ചായ കുടിക്കുന്നു. ഈ മഴയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് വന്നു. അപ്പോൾ ഇതിനു ശേഷം ഉമ്മ രാവിലത്തെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാനിപ്പുറത്തിരുന്നൊരു വീഡിയോ ക്ലിപ്പ് എടുത്തു. പിന്നെ അവൻ ഫുഡൊക്കെ കഴിച്ച് പുറത്തിരിക്കുകയാണ് കേട്ടോ. എന്താ മഴയത്ത് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പുറത്തിരിക്കുകയാണ്. ഇതിനു ശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ പുറത്ത് പോയിട്ട് വരാമെന്ന് വെച്ച് പോയി. ഇപ്പോൾ തന്നെ വരും കേട്ടോ, കുറച്ച് നേരം കഴിയുമ്പോഴേക്കും വരും. അപ്പോൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി. അപ്പോഴേക്കും അവിടെ നമ്മുടെ മീൻകാരൻ മുഹമ്മദ് മാമ വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് ചെമ്മീനും വാങ്ങിച്ചിട്ടുണ്ട്, ഫിലോപ്പി മീനും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആ മീൻ വൃത്തിയാക്കി തരും, നല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരും. ഇതും കൂടെ വൃത്തിയാക്കി തന്ന സൗകര്യമായിരുന്നു ഞാൻ മാമാനോട് പറയുമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മീൻകാരൻ മാമ എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ വൃത്തിയാക്കി നല്ല മഴയല്ലേ, പുറത്ത് നല്ല മഴയും നല്ല രസമുണ്ട്, മഴയും മീൻ നേരാക്കലും ഇപ്പം എല്ലാം കൂടെ. അപ്പോൾ അങ്ങനെ
അങ്ങനെ എന്താ അവർ പുറത്തൊക്കെ പോയിട്ട് വന്നു. അനിയൻ അവിടെ അപ്പുറത്ത് നിൽക്കുകയാണ്, ഫോട്ടോ എടുക്കാനോ അപ്പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കേണ്ട. മഴ കുറച്ചൊന്ന് മാറിയപ്പോൾ അപ്പോൾ ഇതാ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ചെമ്മീനൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഇളയമ്മ കറി വയ്ക്കുകയാണ്. ഉമ്മ അപ്പുറത്തുണ്ട് പണി ചെയ്തോളും. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നു. അപ്പോൾ ഇതാ ഇവരിങ്ങനെ കറി വയ്ക്കലും സംസാരവും ഒക്കെ ആയിട്ട്, സംസാരമാണ് ഏറ്റവും കൂടുതൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ. പിന്നെ കറി വയ്ക്കൽ നടക്കുന്നുണ്ട്. അപ്പോഴേക്കും മാങ്ങയൊക്കെ കുറച്ച് വലിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ എളിമ മാങ്ങ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് മാങ്ങ വലിച്ചു വെച്ചു. പിന്നെ നമ്മുടെ അടിപൊളി ഫിലോപ്പി കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ നമ്മളൊരു ചെറിയ ഗ്രേവി പോലെ വെച്ചു കേട്ടോ. ചെമ്മീൻ റോസ്റ്റ് അല്ല, പക്ഷേ ചെമ്മീൻ ഗ്രേവി പോലെ വെച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെന്താ, ഞാനും കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. അവരവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അനിയൻ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിനി ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡിയായി. ഞങ്ങൾ ജംഷൻ്റെ വീട്ടിലേക്കും പിന്നെ അങ്ങനെ കുറച്ച് പെരിയമ്മാൻ്റെ വീട്ടിലേക്കൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് അവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളും റെഡി ആയിട്ട് ഇരിക്കുന്നു. ഗായ്സ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? Hello guys, we are just going to like sister's home, so we're just getting on our way. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും റെഡിയായി പുറത്തിറങ്ങിയിട്ടുണ്ട്. വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ ആസ് യൂഷ്വൽ എപ്പോഴും പോകുന്ന പോലെ നമ്മുടെ ബഷീർ ഖാൻ്റെ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഇതാ ബഷീർ ഖാൻ്റെ ഓട്ടോയിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ ജംഷൻ്റെ വീട്ടിൽ പോകും. ഇതാ എളിമയും അവിടെ ഇരിക്കുന്നുണ്ട്, മണ്ണും അപ്പുറത്തിരിക്കുന്നുണ്ട്. അവൻ്റെ പേര് നവാസാണ്, ഞങ്ങൾ മണ്ണു എന്നാണ് വിളിക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആലത്തൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആലത്തൂരെത്തി ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നേരെ നമ്മളെ ജംഷൻ്റെ വീട്ടിലേക്ക് പോവാം. അവിടെ ഹാദിയും മൈദിയും ജംഷിയൊക്കെ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്.
അങ്ങനെ ഞങ്ങളിതാ ജംഷൻ്റെ വീട് എത്തിയിട്ടുണ്ട്. ബാക്കിൽ നടന്നു വരുന്നുണ്ട്, ഉമ്മ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. എളിമി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഐതിക്കുട്ടി അവിടെ ഞങ്ങൾ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ വീട്ടിലത്തെ ചുമര് എന്താണ് അവൻ പാഴാക്കിയെന്ന് വെച്ചാൽ അവിടുത്തെ ചുമര് മൊത്തം പാഴാക്കി വെച്ചിട്ടുണ്ട്. അംഗൻവാടി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഐതിക്കാണ്ട് ആകാംക്ഷയോടാണ് ഇങ്ങനെ വായി പൊളിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതിനെ ഞാൻ കണ്ടു. അപ്പോൾ ഞങ്ങളങ്ങനെ അകത്ത് വന്നിരുന്നു. ആദിക്കുട്ടിനെ കുറേ നേരം കളിപ്പിച്ചു. ഐതി അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ജംഷി ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി പൊറോട്ടയും കറിയും പിന്നെന്താ അപ്പവും ചായയും ബേക്കറി ഐറ്റംസും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ച് പിന്നെ കുറച്ച് നേരം ഇരുന്നു. ബഷീർക്ക് കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പം ഏകദേശം ബഷീർക്ക് 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ മൂപ്പര് ഒന്നും പറയില്ല, എത്ര വെയിറ്റ് ചെയ്താലും ഒന്നും പറയില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അസാൾട്ടായി അവിടെ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഓട്ടോയിൽ കയറി. ഞങ്ങളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണ്? ഞങ്ങളിപ്പോൾ പോകുന്നത് പെരിയമ്മാൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ പെരിയമ്മാൻ്റെ വീട്ടിലേക്ക് പോകണം ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ഫാമിലിയൊക്കെ കൂടെ കൂടുമ്പോൾ ഒരു ഭയങ്കര വല്ലാത്തൊരു രസമാണ് കേട്ടോ, വല്ലാത്തൊരു സന്തോഷമാണത്. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. അവിടെ എത്താറായി. പിന്നെ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ടാവും കേട്ടോ. വെള്ളിയാഴ്ച വൈകിട്ട് 5:45 ആയിട്ടുണ്ടാവും. അപ്പോൾ പെരിയമ്മ ഞങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. എപ്പോഴാണ് ഏത് വണ്ടിയാണോ ഫ്രണ്ടിൽ നിർത്തുന്നതുകൊണ്ട് കാത്തിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തി. പൊന്നൂസ് അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ല വഴുക്കലുണ്ട്, നോക്കി നടക്കണം, അല്ലെങ്കിൽ നമ്മൾ തലയും കുത്തി താഴെ വീഴും. അപ്പോൾ ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്. വീടെത്തി എല്ലാവരോടും സലാം പറഞ്ഞു, ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പെരിയമ്മയുടെ ചായയൊക്കെ വെക്കുന്നു. അവിടെ ഉമ്മാൻ്റെ താത്തയാണ് കേട്ടത്. അപ്പോൾ ഏട്ടത്തി അനിയത്തിമാരൊക്കെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ജെസ്സി വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. പെരിയമ്മാൻ്റെ മോള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ വരുമ്പോൾ കറക്റ്റായി വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഫ്രണ്ടിലിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ നടന്നു വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ പെരിയമ്മ അവിടെ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഫുഡും ചായയൊക്കെ കുടിച്ച കാരണം ഇവിടെ കട്ടൻ ചായ മതി എന്ന് പറഞ്ഞു. പിന്നെ മഴയല്ലേ. അപ്പോൾ ഞാനിങ്ങനെ വീടും തൂക്കി പിടിച്ചിരിക്കുന്നുണ്ട്. ഓരോ തമാശ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവർക്കൊക്കെ അറിയാം ഞാൻ പോയാലേ ക്യാമറയിൽ നോക്കി പിടിച്ചിട്ട് വരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പെരത്തവിടെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് രാത്രി പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു ഗൈസ്. ഞങ്ങളിവിടെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം മാമിയും അമ്മയൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അമ്മയൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ പെട്ടെന്ന് പോയിട്ടോ. പിന്നെ അതിനെ ഞങ്ങളുടെ ആലത്തൂർ ഫേമസ് ആയൊരു SNR ചിപ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാവരുടെയും ഫേമസ് ആണ് കേട്ടോ SNR. അപ്പോൾ ഇവിടുത്തെ ചിപ്സാണ് ഫേമസ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവനും തിരിച്ച് പോകുമ്പോൾ ഗൾഫിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അവിടെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് പെരിയമ്മാൻ്റെ വീട്ടിൽ ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ മാമിയും മാമയൊക്കെ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമായി ഗൈസ്. ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ
അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കുറേ നേരം ഇരുന്ന് സംസാരിച്ച് ഫുഡൊക്കെ കഴിക്കാനിരുന്നു. മാമാൻ്റെ മോള് ഞാൻ അവൾ ഫേസ് എടുക്കുമെന്ന് വിചാരിച്ചിട്ട് അവൾ ഫേസ് മുഴുവൻ മറച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. പൊറോട്ട, ചിക്കൻ കറി, ഇടിയപ്പം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കഴിച്ചിട്ട് പിന്നെ അവർ കുറച്ച് നേരം വീണ്ടും ഇരുന്നിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ അതാ വണ്ടി വന്നിട്ടുണ്ട്. അപ്പം മഴയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാത്രി 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതാ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയേ ഉള്ളൂ. ഇത് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അങ്ങനെ ആയിട്ടുള്ള ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അവളവിടെ ഓട്ടോയിൽ ഇരുന്നിട്ട് ചേട്ടാണ്. അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടിയാണ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ പിന്നെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.